ഇത് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോണ്. ഇത് ദൂരെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് താമസിച്ചാണ് ഞങ്ങൾ കയറ്റിയത്. 500 രൂപയാണ് 2 പേർക്ക്, ഒരാൾക്ക് 250 രൂപ. എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം നമുക്ക്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വാഗമണിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു 3-4 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് എത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മഴ കഴിയട്ടെ എന്ന് വെച്ചിട്ട് അവരിങ്ങനെ സമയം ലേറ്റ് ആക്കിക്കൊണ്ട് പോയതാണ്. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം പോലെ തന്നെ ഞങ്ങൾ കയറുന്ന അതേ സമയത്ത് കറക്റ്റ് മഴയായിരുന്നു. കണ്ടോ, ഞങ്ങൾ വീഡിയോ എടുത്തപ്പോഴൊന്നും മഴയില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ കയറാനായപ്പോഴേക്കും നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് താഴെ നോക്കി പേടിക്കുന്നതിന് പകരം ബ്രിഡ്ജിൽ കൂടെ തെന്നി വീഴാതിരിക്കാനായിരുന്നു നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത്. കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ താഴെയുള്ളതൊന്നും കാണാനും പറ്റുന്നില്ല. എന്നാൽ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് അടിയിലൊന്നും ഇല്ല എന്നുള്ളൊരു ബോധം മനസ്സിലുള്ളത് കൊണ്ട് നമ്മളൊന്ന് പേടിക്കുകയൊക്കെ ഒന്ന് ചെയ്യും. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അത് മഴയത്തും കൂടെ ആയപ്പോഴാണ് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അനുഭവത്തിന് കൂടുതൽ സൂപ്പറായത്. കയറാൻ വന്ന സമയത്ത് കറക്റ്റ് മഴയായിരുന്നു. മഴയത്ത് ബ്രിഡ്ജിൽ കയറിയ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നവഴി ഏതോ ഒരു മലയുടെ മുകളിലൊക്കെ കയറി കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിലൊക്കെ കയറാനായിട്ട് പോകുമ്പോൾ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും കയറാതെ മുമ്പ് കണ്ടിട്ടുകൊണ്ട് അവിടെ ഒന്നും കയറാതെ ഒന്ന് തോന്നിയിട്ട്. അപ്പോൾ നമ്മൾ പോയ വണ്ടിയാണ് നമ്മുടെ സ്വന്തം കരിക്കുട്ടനിലാണ് നമ്മൾ പോയത്. ഈ ഒരു ഹൈ റേഞ്ചിലെ മഴേനെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് വെള്ളം ഒലിച്ചു വരുന്നതെന്ന് പറയാനേ പറ്റത്തില്ല. നോക്കുന്തോറും മലയുടെ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വെള്ളം ഒലിച്ച് അങ്ങോട്ട് റോഡിലോട്ട് വന്നിട്ട് ശരിക്കും പേടിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ കാത്തിരുന്നിട്ടാണ് നമ്മൾ ഒരു വണ്ടിയൊക്കെ കുറഞ്ഞ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് തിരിച്ചു പോകാനായിട്ട് റെഡി ആയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മറ്റേ ചെറിയ റേറ്റിനുള്ള 100 രൂപയുടെ കോട്ടുണ്ടായിരുന്നല്ലോ, അതും മേടിച്ച് എല്ലാവരും ഒന്ന് ഇട്ട് അടിപൊളിയായിട്ടൊക്കെ പോയി. എന്തായാലും നല്ലൊരു അനുഭവമൊക്കെ തന്നെയായിരുന്നു. അപ്പം വാഗമൺ അല്ലെങ്കിൽ ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ സ്ഥലമാണല്ലേ. എവിടെ നോക്കിയാലും മലയും, നമ്മുടെ ആലപ്പുഴയിൽ മലയില്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഗൈസ്.